എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് ഷോപ്പിനെ പറ്റിയും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിനെ പറ്റിയും ഫേസ്ബുക്ക് ബിസിനസ് മാനേജറിനെ പറ്റിയാണ്. ഈ മൂന്ന് ടൂളുകൾ, മൂന്ന് ഉഗ്രൻ ഫീച്ചേഴ്സാണ് ഫേസ്ബുക്കിൻ്റെ. ഇത് ബിസിനസ്സുകാർ അറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഇന്ന് ഫേസ്ബുക്ക് ഷോപ്പ്, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരുപാട് ലോക്കൽ ഷോപ്പ് കീപ്പേഴ്സ് അഥവാ ചെറുകിട കടകളൊക്കെ നടത്തുന്ന പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ആളുകളൊക്കെ ഫേസ്ബുക്കിൽ നന്നായി യൂസ് ചെയ്യുന്നൊരു ഫീച്ചറായി മാറി ഫേസ്ബുക്ക് ഷോപ്പ്. അറിയാത്ത ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു മനോഹരമായ ഫീച്ചറാണ്. ഇതിലൂടെ നമുക്ക് ഈ ഫേസ്ബുക്ക് ഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റും സർവീസും ഒക്കെ വിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് ബിസിനസ് പേജ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഷോപ്പ് എന്ന് പറയുന്ന ടാബ് ലഭിക്കും. ആ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ആ ഷോപ്പ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ താഴെ എഡിറ്റ് ടാബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ഈ ഷോപ്പ് എന്ന് പറയുന്ന ടാബ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു പോപ്പപ്പ് വരും. ഒരു പോപ്പപ്പിൻ്റെ അകത്ത് സെല്ലർ ടേംസ് ആൻഡ് പോളിസീസ് കാണാൻ പറ്റും. അത് ശരിക്കും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഐ എഗ്രി ടു സെല്ലർ ടേംസ് ആൻഡ് പോളിസി എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് കാണാം, ഒരു ചെക്കൗട്ട് മെത്തേഡ് കാണാം. രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ചെക്കൗട്ട് ഓൺ അനദർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് കാണാം. ഇത് ശരിക്കും ഇത് വിസിറ്റ് ചെയ്യുന്ന ആളുകളെ ഫേസ്ബുക്ക് ഷോപ്പിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക്, നമ്മുടെ ഓരോ കമ്പനികൾക്കുള്ള സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് പ്രൊഡക്റ്റ് ബൈ ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ മെസ്സേജ് ടു ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വിസിറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ ഫേസ്ബുക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, പ്രൊഡക്റ്റ് ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ കാണാം. നമുക്കതൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരു മെസ്സേജ് ഇടാൻ പറ്റും പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് മെസ്സേജായിട്ടോ കോൾ വഴിയോ ഒക്കെ അവരുമായിട്ട് റിപ്ലൈ ചെയ്ത് ആ ഒരു സെയിൽസ് ആക്ടിവിറ്റിയിലേക്കൊക്കെ നീങ്ങാൻ പറ്റും. ഇനി അതിൽ നിന്നൊരു ക്ലിക്ക് ഓൺ ഒരു കണ്ടിന്യൂ ഓപ്ഷൻ ഉണ്ട്. ആ കണ്ടിന്യൂ ഓപ്ഷൻ ചെയ്യുമ്പോൾ ആ പോപ്പപ്പ് ഉണ്ടാകുകയും ആ പോപ്പപ്പ് വന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു കറൻസി സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഇന്ത്യൻ റുപ്പീസ്, നമുക്കിവിടെ ലോക്കലി ആകുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. എന്നിട്ട് അതിൽ സേവ് ഓപ്ഷൻ ഉണ്ട്. ആ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ടു യുവർ ഷോപ്പ് എന്ന് പറയുന്ന ഒരു വിൻഡോ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ആഡ് പ്രൊഡക്റ്റ് ഓപ്ഷനും കൊടുക്കുക. എന്നിട്ട് ആഡ് പ്രൊഡക്റ്റ് ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഫോട്ടോസ്, പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, സെയിൽസ് പ്രൈസ്, പ്രൊഡക്റ്റ് കണ്ടീഷൻ, പ്രൊഡക്റ്റിൻ്റെ ഒരു വിസിബിലിറ്റി, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പ്രൊഡക്റ്റ് കണ്ടീഷൻസ് എല്ലാം വിസിബിളായിട്ട് ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ക്ലിക്ക് ഓൺ ദ ആഡ് പ്രൊഡക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് പബ്ലിഷ് ചെയ്യാം. നമുക്ക് ഫേസ്ബുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക്, നമ്മളൊരു കടയിൽ പ്രൊഡക്റ്റ് എടുത്ത് റാക്കിൽ വെക്കുന്ന പോലെ തന്നെ ഫേസ്ബുക്ക് ഷോപ്പിൽ ആളുകൾക്ക് കാണാൻ വേണ്ടി ഇത് ഡിസ്പ്ലേ ചെയ്യാം. അതിപ്പോൾ ഡ്രസ് മെറ്റീരിയൽ ആയിക്കോട്ടെ, കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ. എന്നിട്ട് അതിൽ ആഡ് കളക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കളക്ഷൻസ്, ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ ഫേസ്ബുക്ക് ഷോപ്പിൽ കൊണ്ടുവരാം. ഇങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ഫേസ്ബുക്ക് ഷോപ്പ് അങ്ങ് ഉദ്ഘാടനം ചെയ്യണത്. അപ്പോൾ ഈ ഫേസ്ബുക്ക് ഷോപ്പിലൂടെ പല പ്രൊഡക്റ്റുകളും ഇന്ന് ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനും ആളുകളിലേക്ക് എത്താനും സാധിക്കും. അപ്പോൾ ഫേസ്ബുക്ക് ഷോപ്പ് എന്ന് പറയുന്ന ഫീച്ചർ വളരെ ഭംഗിയായിട്ട് തന്നെ യൂസ് ചെയ്യുക. കൂടുതൽ കളക്ഷൻസും കൂടുതൽ പ്രൊഡക്റ്റുകളും ആളുകളിലേക്ക് എത്തിക്കുക. രണ്ടാമത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ആണ്. ഫേസ്ബുക്ക് ഷോപ്പ് പോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് മാർക്കറ്റ് പ്ലേസ്. ഇവിടെയും നമുക്ക് പ്രൊഡക്റ്റ്, ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. കാരണം നമ്മളൊരു മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകളും കാണുന്ന പോലെ തന്നെ ഒരു മാർക്കറ്റ് പ്ലേസ് ഫേസ്ബുക്കിനുണ്ട്. ഇതിലും ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് കാണാം. ആ ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് ക്രിയേറ്റ് ന്യൂ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ കാണാം. അതിലേക്ക് പോവുക. എന്നിട്ട് നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഐറ്റങ്ങളുണ്ട്. അതിൽ 4 ഓപ്ഷൻ കാണാം. ഐറ്റം ഫോർ സെയിൽ, വെഹിക്കിൾ ഫോർ സെയിൽ, പ്രോപ്പർട്ടി ഫോർ റെൻ്റ് ഓർ സെയിൽ കാണാം, ജോബ് ഓപ്പണിംഗ് കാണാം. ഈ ഓപ്ഷൻ വഴി പോവുക. പിന്നെ ഒരു ലോക്കൽ ബിസിനസ്സാണ് റൺ ചെയ്യണമെങ്കിൽ ഐറ്റം ഫോർ സെയിൽ ഓപ്ഷനിൽ പോവുക. എന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും പ്രൈസും കാറ്റഗറിയും കണ്ടീഷനും ഡിസ്ക്രിപ്ഷനും അവൈലബിലിറ്റിയും പ്രൊഡക്റ്റ് ടാഗും ലൊക്കേഷനും ഒക്കെ അതിൽ കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം ദ ബൂസ്റ്റ് ലിസ്റ്റിംഗ് ആഫ്റ്റർ ഇറ്റ്സ് പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ കൂടുതൽ പൊട്ടൻഷ്യൽ ബയേഴ്സിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഹൈഡ് ഫ്രം ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് പബ്ലിക്കിന് ലിസ്റ്റ് ചെയ്യും. ഫ്രണ്ട്സിന് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിന് മാത്രമേ കാണാൻ പറ്റുക. ഹൈഡ് ഫ്രം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ലിസ്റ്റിംഗ് ആയി മാറും. ജനറൽ ഓഡിയൻസിലേക്ക് അത് ചെല്ലും. എന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ബോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഓൾറെഡി മെമ്പേഴ്സായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഗ്രൂപ്പുകളിലേക്കൊക്കെ മാർക്കറ്റ് പ്ലേസിൽ ഇൻഫർമേഷൻ ചെല്ലും.
അപ്പോൾ ഈ പ്രൊഡക്റ്റ് എല്ലാവരിലും ലിസ്റ്റ് ചെയ്യും, കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി നമ്മളുമായിട്ട് സംവേദിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു ഫീച്ചറാണ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. മൂന്നാമതും അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഫേസ്ബുക്ക് ബിസിനസ് മാനേജറാണ്. ഇത് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലുള്ള ഒരു ഓപ്ഷനാണ്. കാരണം ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ശരിക്കും ബിസിനസ്സുകാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസാണ്. പല പ്രൊഡക്റ്റും സർവീസും പ്രൊമോട്ട് ചെയ്യാൻ. ഇതിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. business.facebook.com/overview എന്നുള്ള ആ ഒരു ടാബ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഫേസ്ബുക്ക് ബിസിനസ് മാനേജറിലേക്ക് പോകാൻ കഴിയുക. അവിടെ ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ ആദ്യം കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ടാബ് യൂസ് ചെയ്യുക. കാരണം പലർക്കും മൾട്ടിപ്പിൾ ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാവും. ഇതൊക്കെ മാനേജ് ചെയ്യാനാണ് ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പേര് കൊടുക്കാം, ഓരോ പേജിനുള്ള എൻ്റർ നെയിം ഫോർ യുവർ ബിസിനസ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ ബിസിനസ് ആൻഡ് അക്കൗണ്ട് നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് യുവർ ബിസിനസ് ആൻഡ് അക്കൗണ്ട് നെയിം എന്ന് പറയുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേരുകൾ കൊടുക്കുക, നെയിം കൊടുക്കുക, ഒഫീഷ്യലായിട്ടുള്ള മെയിൽ ID കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ബിസിനസ് നമ്മുടെ സെറ്റിങ്സ് ഒക്കെ റിവ്യൂ ചെയ്ത് ഒരു ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ പേജിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പുതിയ യൂസേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് സ്റ്റെപ്സ് ടു ആഡ് ന്യൂ യൂസേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിലൊരു പീപ്പിൾ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമെയിൽ അഡ്രസ്സുകൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കിട്ടിയിരിക്കുന്നപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഇമെയിലുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇമെയിൽസൊക്കെ കളക്ട് ചെയ്ത ഇമെയിൽ ID അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആളുകളിലേക്കൊക്കെ റീച്ച് ചെയ്യാനുള്ള വളരെ മനോഹരമായൊരു മാർഗ്ഗമാണ്. ഇതിൻ്റെ അകത്ത് എംപ്ലോയി ആക്സസ് ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിരിക്കും. പിന്നെ അഡ്മിൻ ആക്സസ് ഉണ്ട്. അഡ്മിൻ ആക്സസ് ബട്ടൻ്റെ അകത്ത് പോയി അത് ക്ലിക്ക് ചെയ്ത് ആക്സസ് കൊടുക്കുക. ആർക്കൊക്കെയാണ് യൂസ് ചെയ്യേണ്ട ആ യൂസേഴ്സിന് ആക്സസ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പേജ് സെലക്ട് ചെയ്യുക. ആ ആക്സസ് യൂസ് ചെയ്ത് ആർക്കൊക്കെ വേണമെങ്കിലും ആ പേജ് മാനേജ് ചെയ്യാവുന്നതാണ്. ഇൻവൈറ്റ് ടാബ് ഉണ്ട്, അതുവഴി നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത ഇമെയിൽ അഡ്രസ്സുകളിലേക്കൊക്കെ ഇൻവിറ്റേഷൻ ലിങ്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ടു ആഡ് പേജസ് ടു ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ പേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് സെക്ഷൻ കിട്ടും. അതിൻ്റെ ലെഫ്റ്റ് പാനലിലാണ് അക്കൗണ്ട് സെക്ഷൻ ഉള്ളത്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ആഡ് ടാബ് ഉണ്ട്, അതിൽ 3 ഓപ്ഷൻ കാണാം. ആഡ് എ പേജ് കാണാം, റിക്വസ്റ്റ് ആക്സസ് ടു എ പേജ് കാണാം, ക്രിയേറ്റ് എ ന്യൂ പേജ് കാണാം. അതിൻ്റെ അകത്ത് എക്സിസ്റ്റിംഗ് പേജ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് അത് ആഡ് ഓൺ ചെയ്യാം. പുതിയൊരു പേജിലേക്കുള്ള റിക്വസ്റ്റ് ആക്സസ് ടു എ പേജ് ആണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പിന്നെ അതുപോലെ ന്യൂ പേജ് ആണെങ്കിൽ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻസും മനസ്സിലാക്കുക. ആഡുകൾ അഡ്വർടൈസ്മെൻറ്റുകൾ കൂടുതൽ ആഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഫേസ്ബുക്ക് ബിസിനസ് മാനേജറും മനോഹരമായ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിന്ന് ഫേസ്ബുക്ക് ഷോപ്പിനെ പറ്റിയും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിനെ പറ്റിയും ഫേസ്ബുക്ക് ബിസിനസ് മാനേജറിനെ പറ്റിയാണ് മനസ്സിലാക്കിയത്. ഈ 3 ഓപ്ഷൻസും ബിസിനസ്സിന് സപ്പോർട്ടീവാണ്. നല്ല രീതിയിൽ ഇത് ഉപയോഗപ്രദമാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.